it's me, eFootball Gamers, once again with the eFootball video. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മൈ ലീഗിൻ്റെ അടുത്ത പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ എപ്പിസോഡ് 12 ആയിട്ട് ഇന്നലെ എപ്പിസോഡ് 11 അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി. ഞാൻ കാലത്ത് മുതലേ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ലോഗിൻ ചെയ്യണം. അപ്പം അതിനൊക്കെ ഇതുണ്ടാവും. പിന്നെ വേറെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എത്രാമത്തെയോ ഇതാണ് ഗെയ്സ്, ഇതിപ്പോൾ മാച്ച് ഡേ 31 മുതലെന്നാണ് തോന്നുന്നത്. സെൽറ്റ വിഗോക്ക് എതിരാണെന്ന് തോന്നുന്നു, മറന്നുപോയി. ഓക്കെ, ഇതൊന്ന് അടിക്കുന്നു ഗെയ്സ്. നമ്മൾക്കിപ്പോൾ ഒരു ഡ്രുബാഡ് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൈ ലീഗിൻ്റെ ഡെയിലി ഗെയിമിൽ നിന്ന്. കറക്കി നോക്കുക കിട്ടുമല്ലോ എന്ന്. പ്ലീസ് നിങ്ങളുടെ ലക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ ഡ്രിബിളുടെ കാർഡ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. കിട്ടോ നോക്കാം, ഞാൻ കറക്കാൻ പോണേ. കിട്ടിയാ പൊളി. ഓ, കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല, പറ്റിച്ച്. എന്ത് ചെയ്യാനാ, ഇതന്നെ എത്രാമത്തെ സ്പിന്നാണ്, കിട്ടിയില്ല. പിന്നെ അൺലിമിറ്റഡ് കാരണം അതേ പ്ലേസ് തന്നെ ചിലപ്പോൾ കിട്ടും ഗൈസ്. നെയ്മർ ടീമിലുണ്ടല്ലേ. ഓക്കെ അത് മതി. പ്രൊഫഷണൽ ഇതിലും വാങ്ങിക്കണോ നോക്കട്ടെ. എന്തെങ്കിലും വാങ്ങിക്കണോ? ഇത് വേണ്ട. ഡ്രിബിളിങ് വാങ്ങിച്ചിട്ട് കളിക്കാം. ഓക്കെ ഗീസ്, അപ്പോൾ മാച്ച് ഡേ 31 നമ്മൾ കളിക്കാൻ പോകുന്നു. വേറെ ഒന്നും പറയാനുമില്ല. ഗൈസ്, ഈ ബെക്കം പൗഡർ എന്ത് കൊടുത്താലും കൂടാണ്ടല്ലോ. ഇത് പൊളി, അത് പൊളി ഗൈസ്, അത് കൊള്ളാലോ. അത് മതി. അന്നോട്ടം റൊണാൾഡോ, ഒന്നോട്ടം പൊളിക്കും, നമ്മൾ പൊളിക്കും. ഇതിന് കളി തുടങ്ങിയിട്ടുണ്ട്. ഗെയിമിൻ്റെ ഫസ്റ്റ് പാസ് നെയ്മർ, പിർലോ, നമ്മൾക്ക് 99 ഡ്രിബിളിങ് കിട്ടിയപ്പോൾ ഇവന്മാർക്കും കൂടിയ. റൊണാൾഡോ അവിടെ ഓടിയില്ല. അവിടെ അടിച്ചത് മറ്റൊൻ്റെ മേല് കൊണ്ടിട്ട് വന്നു. Get the ball. Pirlo, Costa Curta, and Oda. Come on friends, I'm a clean sheet തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഗേബ്രിയൽ ബാറ്റിസ്റ്റൂട്ട അവർക്ക് ടൈറ്റ് പൊസിഷൻ ഇല്ലായിരുന്നു.
അത് കാരണമാണ് ഇവരിങ്ങനെ ബോൾ ലീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ബോൾ ലീവ് ചെയ്യണത്. അത് ഞാൻ എപ്പോൾ കണ്ടുപിടിച്ചു. നെയ്മർ ഗോൾ ഗോൾ 1-0 ഗൈസ്. ബാറ്റിസ്റ്റുട്ട അടിച്ച് 1-0 ആക്കിയിരിക്കുന്നു. അടി ഹെഡിങ്. ഹാവി റോഡ്രിഗസ് അതും കൂടി വാങ്ങിച്ചിരിക്കുന്നു. ഓസ്കാർ ബോർജ. ടോണി ആഡംസ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് ഷ്നൈഡറിലേക്ക്. ഷ്നൈഡറിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങോട്ട് ഒരു ക്രോസ്. ബാറ്റിസ്റ്റുട്ട ഹെഡിങ്. എടാ അത് അടിച്ചത് കയറിയിരുന്നെങ്കിലുണ്ടല്ലോ വൊള്ളി ഗോളായാണിരുന്നത്. ഇവിടെ നിന്ന് പിർലോ മിസ് ചെയ്ത് ഗൈസ്. അത് അടിച്ചത് ആംഗിൾ തെറ്റിപ്പോയതാ. കറക്റ്റ് നെയ്മറുടെ കാലിലേക്ക് തന്നെ കൊടുക്കണേ. അവൻ്റെ കാലല്ലടാ ഗൈസ്, അവൻ്റെ കാലാണെന്നാണ് തോന്നുന്നത്. കാലാണെങ്കിൽ നല്ലത്, അവൻ്റെ കാലാണെങ്കിൽ നല്ലത്. അവൻ്റെ കാല് ഗൈസ്. കിക്കറ്. വാവ്. പിർലോ 97 കിട്ടൂല. നെയ്മറിലേക്ക് ഇരിക്കും. പറഞ്ഞു നെയ്മറിലേക്ക് ഇരിക്കും. അതും കിട്ടിയില്ല, ഇതും കിട്ടണില്ല. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഇതാ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾക്ക് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് കുറേ നേരം ലാഗ് അടിക്കണ പോലെ ഉണ്ട്. കുറേ നേരം അവനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫ്രാൻ ബെൽട്രാൻ, എന്തൊക്കെ പേരല്ലേ. ഷ്നൈഡർ. അവിടെ സ്പീഡ് കാണിക്കടാ. അവിടെ സ്പീഡില്ല അവർക്ക് പ്ലേസിൽ. എടാ ഗെയ്സ്, ഇതൊക്കെയാണ് ഉമ്മാരുടെ കയ്യിലുള്ള പ്രശ്നം. കൊണാമിയിലത്തെ പ്രശ്നം തന്നെ ഇതാണ്. നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു അതിന് ഓപ്പോസിറ്റേ പോകത്തുള്ളൂ. ഞാനവിടെ കാർലോസിന് എടുക്കാൻ നോക്കി. ഫൗള് വിളിച്ചില്ലടാ. ഫൗള് വിളിച്ചില്ല ഗൈസ് അവിടെ. നെയ്മർ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കേൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഹെഡിലേക്ക് പോകുന്നില്ല, വേറെ പ്ലെയേഴ്സിൻ്റെ ഹെഡിലേക്ക് പോകും. ഇത് ഗോള് കയറില്ല. അത്രേ ഉള്ളൂ. ക്രിസ്ത്യാനോ വെച്ച് നമ്മൾ എടുക്കുന്ന ലോങ് റേഞ്ചിൽ പവർ ഷോട്ട് അല്ലെങ്കിൽ കേൾ ചെയ്ത് കൊടുക്കും. തൊട്ടുവിടലൊക്കെ അടുത്ത് പോയിട്ട് വേണം തൊട്ടുവിടാൻ. ക്രിസ്ത്യാനോ നെയ്ഡറൊക്കെ കേൾ തന്നെയാണ് നല്ലത്. അവിടെ ലാഗ് അടിക്കണ്ട. കറക്റ്റ് 67-ാം നിമിഷമാകുമ്പോൾ മാത്രമേ ലാഗ്. എടാ അവൻ്റെ മേലെ തട്ടി കറക്റ്റായിട്ട് പോകും. സോ സ്ക്രിപ്റ്റഡ് മാൻ. ദിസ് ഗെയിം ഈസ് സോ സ്ക്രിപ്റ്റഡ്. അത്രയും പറയുള്ളൂ. സോ സ്ക്രിപ്റ്റഡ് ദിസ് ഗെയിം. ഇത്രയും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം ഇത് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ. റൊണാൾഡോ. ടോറസ്
ഓ, ഈ ടോറസിന് ഹെഡിങ് ഉണ്ട് കേട്ടോ. ടോറസിന് ഹെഡിങ് ഉണ്ട്. ഗുവൈത്ത, ആഡംസ്, കോസ്റ്റകോർട്ട. പുറത്തുപോയി. വിസെന്റെ ഗുവൈത്ത. അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഈ ഓപ്പണന്റ്. അവിടെ പിറു ഓർഡർ. ഞാനെന്തോ കേഴ്സ്ഡ് ആയിട്ടുള്ള പോലെ ഉണ്ട്. കാരണം ഞാൻ എൻ്റെ മൈൻഡിൽ പിറലോക്ക് നല്ലൊരു ത്രൂ പാസിങ് ഉണ്ടെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് അവൻ്റെ കാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാനുള്ള കഴിവ്. ചില നേരത്തെ എനിക്ക് ദേഷ്യം വരും ഗീസ് എൻ്റെ ഡിഫൻസ് തന്നെ കാണുമ്പോൾ. എനിക്ക് തന്നെ ഇങ്ങനെ ദേഷ്യം വരും. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ ഗീസ്. ഓക്കെ, ജൂലിന് കൊണ്ടുവരും സബ്സ്റ്റിറ്റ്യൂഷനായി. ചത്ത് എല്ലാം തീർന്നു കിടക്കും. പാരിസ് മൈ പ്ലേയേഴ്സ്, മൈ ഡിയർ പ്ലേയേഴ്സ്. 100 ആയിരുന്നു ഗൈസ്. നാടെ ഇവൻ 100 ആയിരുന്നു. കണ്ടോ? ഓക്കെ ഗൈസ്, ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഒരു ഹെഡിങ്ങിന് വേണ്ടി എല്ലാവരും തയ്യാറായിക്കോ. പോടാ. ഇവിടെ നിന്ന് ഒരു കേൾ വരും. റോഡ്രി അടിക്കോ? പുറത്തേക്ക് അടിച്ചു. പക്ഷെ റോഡ്രിയും വിനീഷ്യസും ഒരേ ടീമിലുള്ളത് കാണുമ്പോൾ എനിക്കിത് ചിരിയായിരുന്നു ഗൈസ്. വിനീഷ്യസോടെ കിടന്ന് കളിക്കണ എന്തിടെ ഇത്? ലോസോടെ. ഓക്കെ ഗൈസ്, കളി കഴിഞ്ഞു. ഇവനാ മാൻ ഓഫ് ദി മാച്ച്. കറക്റ്റ് ഇവനെന്നാ കാണിക്കാറ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് മാൻ ഓഫ് ദി മാച്ച്. നല്ലൊരു കളിയായിരുന്നു ഗീസ്. നല്ല കളിയായിരുന്നു. ബാർസൊക്കെ 4-1 ജയിക്കണം. 6 പോയിന്റ് വ്യത്യാസം. 35 ഗോൾ. ഏതാല്ലേ 35 ഗോൾ? ഏതാ? റൊണാൾഡോ 16, ഡേവിഡ് വില്ല 15, വാനിസ്റ്റൽറോയ് 12. അപ്പോൾ അടുത്ത കളി വാനിസ്റ്റൽറോയിനെ ഇറക്കുക ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് വരും 2 അറ്റാക്കേഴ്സ് ഹാഫ് ടൈമിന് ശേഷം മാറ്റുക. ഇനി അങ്ങനെ കളിക്കണം. നമുക്ക് വേറെ വല്ലതും വന്നിട്ടുണ്ടോ നോക്കാം. പുതിയതായിട്ട് ആക്സിലറേഷൻ, ഹെഡിങ്. നമുക്ക് ആക്സിലറേഷൻ എടുത്ത് കളി. ആക്സിലറേഷൻ എടുത്ത് കളിക്കുമ്പോൾ ത്രൂ പാസ് ഇടുമ്പോൾ അവർ പെട്ടെന്ന് നോക്കും. സോ അത് ആക്സിലറേഷൻ വെച്ച് കളിക്കുക. ഗൈസ്, ഞാൻ ടീമിൻ്റെ ഇത് നോക്കിയിട്ട് നോക്കിയിട്ട് പെട്ടെന്ന് സമയം കളയാൻ ഇഷ്ടമില്ല.
ലെവൽ ഹൈ ലെവൽ അങ്ങനെ ഹൈ ലെവലിൽ. പക്ഷേ ഇല്ല, എനിക്ക് ഇത് ചെയ്തൊരു കാര്യമില്ല. കാരണം എൻ്റെ ആക്സിലറേഷൻ നിങ്ങളങ്ങ് നോക്ക്. 103. മെസ്സിനെ കളയാനും പറ്റില്ല. നമ്മ ഇങ്ങനെ കളിക്കും, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മ അങ്ങനെ കളിക്കും. കളി തുടങ്ങിയിട്ടുണ്ട്. പ്ലെയേഴ്സ് എല്ലാവരും ബോളിങ് വേണ്ടി പോയിട്ടുണ്ട്. ഇവന്മാരൊക്കെ സ്പീഡ് പറന്നു പോകുന്നു. പറന്നു പോകണം, ഇത്രയും സ്പീഡിൽ പോകണം. വേറെ ലെവൽ ആക്സിലറേഷൻ 99 ഉള്ള പ്ലേ. ഏതാ പെട്ടെന്ന് കളിക്കണം ഗീസ്. മിസ് ചെയ്തടാ, അവൻ മിസ് ചെയ്തടാ അവിടെ. ഫ്രീ അത് മിസ് ചെയ്ത് കളഞ്ഞാണ്. ഗുളി വന്നു. അപ്പോൾ വില്ല പോയോ? ആടാ വില്ല പോയി. ആദ്യം തന്നെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ ഹെഡിങ് അടിക്കട. ചാടിക്കഴിഞ്ഞാൽ അടിക്കാവുന്നതേ ഉള്ളൂ ഗീസ്. ഇമ്മാര് ചാടത്തും ഇല്ല. എനിക്ക് ലാഗ് അടിക്കേണ്ട ഗീസ് കുറച്ച് നേരം. സോ ഗൈസ്, നമ്മുടെ ടൈം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. പക്ഷേ വീഡിയോ ഒന്ന് തിരിച്ച് ചെയ്തപ്പോഴത്തേനും ഗൈസ് അവരതിൻ്റെ ഇടയിൽ ഒരു ഗോൾ അടിച്ച്, ഞാൻ വേറെ 3 ഗോൾ അടിച്ച്. വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ക്ലീൻ ഷീറ്റോട് ജയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ സമ്മതിക്കത്തില്ല. സേവ് ഓക്കെ. ഇനി അവന്മാരെങ്ങനെ താണ്ടു നോക്കട്ടെ. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടില്ലടാ. സോറി, ചെറുതായിട്ടൊന്ന് ജലദോഷം പിടിച്ചത്. കളിച്ചു. അവൻ്റെ കാലാണ്. എടാ, ഞാൻ ഹെഡിങ്ങിൻ്റെ പാസ് നെക്കിയിട്ടും പാസ്സാവില്ലടാ. പാസ്സായില്ല. വെറുതെ അവിടെ അങ്ങോട്ട് നിന്ന് അവൻ ടോറസ്. കഷ്ടപ്പാട് തന്നെ. ബാറ്റിസ്റ്റൂട്ട. ടോറസ് എന്തിനടാ അതെന്നെ അവൻ സേവ് ചെയ്തിട്ടാണ് വരണത്. ഇതിൽ 2 പേരും ഓഫ് സൈഡ് എന്ന് പറയുന്നു. എന്തിൻ്റെ കേടറ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇതാണ് ഈ ഫുട്ബോളിൽ മനസ്സിലാവാത്ത. ഓഫ് സൈഡ് റൂൾ തന്നെ വേറെ ഏതോ പോലെയാണ്. ഇവരുടെ ഓഫ് സൈഡ് റൂൾ തന്നെ വേറെ എങ്ങനെയാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു ഗ്യാപ്പിൽ കൂടി പോയിന്ന് പറഞ്ഞാൽ അതാണ് ഗോൾ. വേറെ ഒന്നും പറയാനില്ല. ടോറസിൻ്റെ ഒക്കെ പവർ ഷോട്ട് പൊളിയാണ്. പൊളി. എടാ
കിട്ടിയടാ? എന്തോ റിവാർഡ് കിട്ടി ഗൈസ്. ഇത് ഈ റിവാർഡ് ഇത് മറ്റേതല്ലേ? റിവാർഡ് പോയി. ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഏതില് അടുത്ത ലെജൻഡ്? പിന്നെ ലെജൻഡോ ഞാൻ എന്ത് ചെയ്യാനാണ്? വേണ്ട ആരിറക്കാം? ഒരു ഡിഫൻസറിനെ ഇറക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ലെജൻഡ് മാച്ചും കൂടി കളിക്കാമല്ലേ? നമുക്ക് ഇതും കൂടി കളിക്കാം. മീൻസ് പിന്നെ എനിക്കറിയാം ഇങ്ങനെ ഇതൊക്കെ കുഴപ്പമില്ല. സോറി, ഇതല്ലേ ഞാൻ ശരിക്കും നോക്കാറുണ്ട്. ഞാൻ കളി കളിച്ചിട്ട് ഇത് കിട്ടിയില്ല ഗൈസ്. എനിക്ക് അതിൻ്റെ പേരെന്താണ്, കൂടുതൽ ഈ പോയിന്റ് കിട്ടിയില്ല. അതില്ലാണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഡിഫൻസ് തന്നെ വാങ്ങിച്ചതായിരുന്നു. ഡാർക്ക് ജീവിതം ഗൈസ്. ഒന്നുമില്ല. ഒരു ഡിഫൻസിന് താണ്ടാൻ പറ്റരുത്. നമുക്ക് കഴിഞ്ഞ കളി പോലെ ഈ കളി ജയിക്കണം കേട്ടോ. പക്ഷേ പ്രാവശ്യം ജയിക്കണം. ഞാൻ ടെസ്റ്റേക്കൻ ഇട്ടിട്ടുണ്ട്. ടെസ്റ്റേക്കൻ സേവ് ചെയ്യുമെന്നറിയില്ല, എത്ര ഗോള് വിടുമെന്നറിയില്ല. ചിലപ്പോൾ ഇഷ്ടം പോലെ വിടാം, ഇഷ്ടം പോലെ സേവ് ചെയ്യാം. എന്താകുമെന്നറിയില്ല. ഒരു പേടിയുണ്ട് ഗൈസ്, ഉള്ളിനുള്ളിലൊരു പേടി. ഉള്ളിനുള്ളിലൊരു പേടി വരുന്നുണ്ട്. എടുത്തതോ അവന്മാരെ അതിട്ട് ഗൈസ്. പുറത്തേക്ക് അടിച്ചു വിടല്ലടാ. ഇത് പുറത്തേക്ക് അടിച്ചു വിടുമ്പോഴേ അവർക്ക് കൂടുതൽ ചാൻസ് കിട്ടും ഗൈസ്. കണ്ട ഒന്നും ചെയ്യാൻ പറ്റൂല. പുറത്തേക്ക് അടിച്ചിരുമ്പോൾ അവർക്ക് ഇരിക്കുമ്പോൾ കൂടുതൽ ചാൻസ്. ഭാഗ്യം ഗൈസ്, ഭാഗ്യം എന്ന് പറഞ്ഞ ഇതാണ് ഭാഗ്യം. ഇതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇട്ടിട്ട് നിങ്ങൾ ബാക്കിടാം. ടോറസ് ഹെഡിങ് അടിക്കട്ടാ, മുട്ടല്ലേ? ബോളുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഗൈസ് ഡിഫൻസിന്. ഇവിടെ എടുത്തിട്ട് പോയിടാ. കുർട്ട ഉള്ളവരെ ഒന്നും നടക്കൂല ഗൈസ്. അതെനിക്ക് പെട്ടെന്നൊന്ന് അടിക്കണം ഗൈസ്. ഇത് അടിക്കത്തുമില്ല, വെറുതെ ഇങ്ങനെ നിൽക്കും. ഉള്ളിക്കറിക്കോ ഞാൻ ഏത് ലൈനിൽ കടിക്കണം, ഇവൻ ഏത് ലൈനിൽ കടിക്കണം ഗൈസ്. അത് നിങ്ങൾ കണ്ട. ഞാൻ നേരത്തെ അങ്ങോട്ട് അപ്പുറത്തെ ലൈനിലേക്കാണ് അടിച്ചത്. ഇങ്ങോട്ട് ഇപ്പോൾ വന്നപ്പോൾ ഇവൻ ഇങ്ങോട്ട് അടിക്കണം. കമോൺ, പെട്ടെന്ന് അടിച്ച് നോക്കാം. ഡിഫൻസ് ലൈൻ ഇട്ടിട്ട് ഫുൾ ഡിഫൻഡിൽ കളിക്കാം. അതും സമ്മതിക്കത്തില്ല. ഇല്ല ഗൈസ്, ഇല്ല. അവിടെ അത് കേറിയെന്ന് വിചാരിച്ച് കേറിയില്ല. പക്ഷെ കേറിയെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലത്തെ ലെജൻഡ് കളിയുടെ പോലെ ആകും. ലാസ്റ്റ് മിനിറ്റിൽ അടിക്കല് പെട്ടെന്ന് വരണം ഗൈസ്. വരത്തുമില്ല.
പെട്ടെന്നാണ് അവരിട്ട് കളിക്കുന്നത്. ഇല്ല, come on man. Carlos, Villa, Carlos, Torres. Oh, goal, man. ഇജാതി ഒരു ഗോൾ. എൻ്റെ പൊന്നെ, ലെജൻഡിൽ ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഗോൾ അടിക്കണത്. എൻ്റെ പൊന്നു, മാതിരി ഒരു ഗോൾ ഞാൻ കളിച്ചതിൽ വേറെ കണ്ടിട്ടില്ല ഗൈസ്. ലെജൻഡിലൊക്കെ മറ്റേതൊക്കെ നോർമലായിട്ട് പവർ ഷോട്ട് അടിക്കുക, തൊട്ടുവിടുക, അതായിരുന്നു. ഇതാണെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ടാൽ എൻ്റെ പൊന്നെ. ഈ നമുക്കപ്പോൾ ലെജൻഡ് പ്രാക്ടീസായി വരണ്ട്. കുറച്ചും കൂടി പ്രാക്ടീസ് ആയാൽ മതി. ഈ ഡിഫൻസൊക്കെ നോക്കാനൊന്ന് പ്രാക്ടീസ് ആയാൽ മതി. ബാക്കി എല്ലാം സെറ്റാണ്. പോട്ടെ ഗൈസ്, പോട്ടെ മൊത്തം പോട്ടെ. ഗൈസ് ലാഗ് അടിക്കണ്ട. കേറിക്കോ. എടാ ത്രൂ ഇട്ട് കൊടുക്ക്. എൻ്റെ ഡിഫൻഡേഴ്സൊക്കെ ഇങ്ങോട്ട് കയറി പോണു ഗൈസ്, ഒക്കെ മുന്നിൽ കയറി പോണു. ഓക്കെ ഗൈസ്, ഞാൻ കുറേ നേരം നോക്കി, ഒന്നും നടക്കണ്ടായില്ല. കുറേ ചാൻസ് കിട്ടി. Come on. അവനെ എന്തെങ്കിലും വിട്ടാനായിരുന്നു, ചെക്ക് ചെയ്തിരുന്നെങ്കിൽ വിട്ടാനായിരുന്നു കേസ്. അതൊക്കെ സിമ്പിളായിട്ട് അവൻ വിട്ടാനായിരുന്നു. കേറുമെന്ന് വിചാരിച്ചു. എവിടെന്നടി ഒന്നടിക്കടേ. 2-0 കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ. 2-0 കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ. അത് കുഴപ്പമേ ഉണ്ടാവില്ല. പക്ഷെ ഇവന്മാർ കറക്റ്റ് മാൻ മാർക്ക് ചെയ്ത് കളിക്കുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ എൻ്റെ റോബർട്ടോ കാർലോസ് ഇത് ഏത് നേരം കൂടി ലെഫ്റ്റ് വിങ്ങിൽ കയറി പോകണ്ട. അങ്ങനെ ഒഫൻസീവ് ഫുൾ ബാക്ക് ആണെന്ന് അറിയാം. പക്ഷേ ഞാൻ ത്രൂ അല്ല കേസ്, അവിടെ ശരിക്കും ഇടാൻ നോക്കിയത് പാസ്സാണ്. പക്ഷെ ത്രൂസനെ ഇട്ട് അങ്ങനെ ആയിപ്പോയി. അത് മതി. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിഫെൻഡിങ് കിട്ടിയാൽ തന്നെ എനിക്ക് സന്തോഷമാണ്. ഇനി ഇവിടെ നിന്നൊരു ക്രോസ്. 2-0 ലാസ്റ്റ് മിനിറ്റ് 2-0 ആക്കി. 2-0 ലെജൻഡ് ജയിക്കാന്ന് പറഞ്ഞാൽ ബാർസലോണയ്ക്കെതിരൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അപ്പോൾ ജയിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ജയിക്കാവുന്നതേ ഉള്ളൂ. 2 ഗോൾ അടിക്കുക, ഇത് ചെയ്തിരിക്കുക. ടോറസും ബാറ്റിസ്റ്റായ കോംബോ വേറെ ലെവൽ കോംബോ ആണ്. ഞാൻ ഇനി തൊട്ട് ഈ 2 പ്ലേയേഴ്സിൻ്റെ ടീമിനെ മാറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മാറ്റത്തില്ല. എന്ത് നടന്നാലും ഞാൻ മാറ്റത്തില്ല. ഡ്രോയി അത് നല്ലൊരു കാര്യമാണ്. അവിടെ ഒരു ഡ്രോ ഉണ്ട്, അതൊരു നല്ലൊരു കാര്യമാണ്. 30 വിന്നൊക്കെ പറഞ്ഞാലേ എന്ത് ചെയ്യാനാ. ഓക്കെ ഗൈസ്, അങ്ങനെ അതും കഴിഞ്ഞു. ഇങ്ങനൊരു ഗെയിം മാച്ചും കഴിഞ്ഞു. 2-0. ഇത് 1-2,
ഇത് 2-0. ഇനി എത്ര ഉണ്ട്? 1 2 3 4 5 6 6 മാച്ചും കൂടി 6 മാച്ചും കൂടി 6 മാച്ചും കൂടി 6 1 2 3 4 5 മാച്ചും കൂടി. സോറി 5 മാച്ചും കൂടി. അപ്പോൾ നമുക്ക് 34 35 36 ആണെങ്കിൽ ഇന്ന് 35 വരെയും കളിക്കാം ഗൈസ്. അല്ല 34 വരെ ഇന്ന് കളിക്കാം. നാളെ ബാക്കിയും കളിക്കാം. സോ ഈ മാച്ചും കൂടി കളിച്ചിട്ട് നമുക്ക് ഇതോടെ നിർത്താം. അടിച്ച് ജയിക്കുകയാണ് ഗൈസ്. നമ്മൾ പയ്യെ ലെജൻഡ് മുന്നേറിക്കൊണ്ട് വരാണ്. തീർന്ന് ഹീസ് ദർ ഗൈസ്. ഹീസ് ദർ. The goat is there. The goat. Only goat. One and only goat. This goat and this our TV. Goat. The goat is there. പേടി അവർ ഓരോ പ്രാവശ്യം ഗോട്ടിൻ്റെ പേര് പറയും. ഗോട്ടിൻ്റെ ടീമും വേറെ ലെവല് തന്നെ. പക്ഷേ നമ്മുടെ അടുത്ത് നടക്കില്ല കേട്ടോ. നമുക്കിവിടെ വേറെ ലെവൽ ടീമാണ്. നമ്മുടെ ടീമിൽ എല്ലാ ഗോട്ടും ഉണ്ട്. പിടിച്ചോ, അതും പിടിച്ചോ. എടാ കേറിയെന്ന് വിചാരിച്ചു. ഗോട്ടിൻ്റെ ടീമും മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അതാണ് കാണണത്. ഇവിടെ എനിക്ക് ലാഗും ഉണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ഇതന്നെ ഗൈസ് ഒരു സീനായി. നിങ്ങൾ തന്നെ കാണുക. സീന് മനസ്സിലായേ? അടിച്ച് ഗൈസ് മാറ്റി ബെറ്റീസ് അടിച്ച്. ഇപ്പൊ കണ്ടോടാ. ജസ്റ്റ് മിസ്. ഓ എനിക്ക് ഈ സെലിബ്രേഷൻ ഇഷ്ടമല്ല. കാരണം അടിച്ചത് അത് മറ്റേ മൈക്കെടുത്ത് പാട്ട് പാടുന്ന ഏതൊരു സെലിബ്രേഷൻ. വിടമാട്ടേൻ, ഞാൻ നിങ്ങളെ വിടത്തില്ല. പോടാ. അയ സൈഡിൽ കൂടിയാൽ മതി. ഞാൻ അവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചപ്പോൾ കറക്റ്റ് വന്ന് ഇവൻ്റെ കാലിലേക്ക് വീണു. അവന്മാർ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അവിടെ പോടാ. അതുപോലെ അടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലേ, അതുപോലെ അവന്മാർ അടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതാണ്. അയ്യോ നമ്മൾ നമ്മുടെ അണ്ണന്മാരെ ഇറക്കാൻ പോണു. നമ്മുടെ അണ്ണന്മാരെ ലെഫ്റ്റ് വിങ്ങി ടോറസ് നോക്കി ഞാൻ എന്നെ പിടിച്ചു കൊല്ലും. എടാ
അയ്യോ ആന്റണിക്ക് റൈറ്റ് ബാക്കിൽ എന്താടാ പണി? അവൻ വന്നു കഴിഞ്ഞാൽ തന്നെ മൊത്തം പോണു. ഫൗളടാ. ഞാൻ ഇതന്നെ അവന്മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൗള് അല്ല, അവർക്ക് ഫൗൾ കൊടുക്കും ഗൈസ്. ഇത് ഞാൻ എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൗള് തരത്തില്ല എന്ന് പറഞ്ഞാൽ ഗൈസ് പെട്ടെന്ന് ഗോൾ അടിക്കണം കേട്ടോ. ഇവന്മാർക്കൊക്കെ എതിരെ ഡ്രോ ആയിന്ന് അറിഞ്ഞാൽ എന്നെ ലെജൻഡ് ജയിച്ചിട്ട് ടോപ്പ് പ്ലെയറൊക്കെ ഡ്രോ ആകണമെന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത ഡാർക്ക്. ടോറസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തും നടക്കും. അത് സെലിബ്രേഷൻ എന്താ ഇങ്ങനെ കൊക്കിൻ്റെ പോലെ പൊളി സെലിബ്രേഷൻ. അടിച്ച് കയറ്റും നമ്മ അടിച്ച് കയറ്റും. ഞാൻ നോർമലായിട്ടൊരു ഗോൾ അടിച്ചിട്ടില്ല ഗീസ് ടോറസിന് വെച്ച്. ഒന്നില്ലെങ്കിൽ പവർ ഷോട്ട്, അല്ലെങ്കിൽ ഹെഡിങ്, അല്ലെങ്കിൽ കർള്. കൂടുതലും പവർ ഷോട്ട് ആയിരുന്നു. അത് പാടില്ല. ടോണി മോൻ ഉള്ളവരെ ഒരു കുഴപ്പവുമില്ല എന്നാണ് എൻ്റെ ടീംമേറ്റ്സ് പറയുന്നത്. അതാണ് ടോണി അഡംസിനെ തന്നെ വേണമെന്ന് ഞാൻ എത്രയും നാൾ വരുന്നത് ആദ്യം. ഇങ്ങനെയാണ് അവൻ കളിക്കുക. പിന്നെ അടുത്ത ഇതിൽ ബെക്കാമിനെ കിട്ടിയാലും കുഴപ്പമില്ല. ബെക്കാമാണെങ്കിൽ അതിനെയും കാട്ടി അപ്പുറം. എടാ ഇതിലാവൂലേ? ഇവന്മാരാണ് അടിച്ചോ. ഓ വേറെ ലെവൽ. ഇനി അവരടിക്കണമെങ്കിൽ അടിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം എൻ്റെ പ്ലേയേഴ്സ് ഇവിടെ 3 ഗോളാക്കിയിട്ടുണ്ട്. ഒരെണ്ണം റൊണാൾഡോ, ഇനി ഒരെണ്ണം ടോറസ്, ഇനി ഒരെണ്ണം നമ്മുടെ ബെക്കം ബൗർ. ഞാൻ ഫൗൾ ചെയ്തിട്ട് കുറേ നേരം കടന്നില്ല. നീയും കിടക്കൂല. ഞാൻ പക്ഷെ കിടത്തും. രണ്ടാമത്തെ ഗോൾ എനിക്ക് ടോസ് വെച്ച് രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോൾ മതിയായി. കളി മതിയായി. 4-1. എനിക്ക് 17ാമത്തെ മാച്ച് ഡേ കഴിഞ്ഞത് മുതൽ 4-1 മിക്ക കളികളും ഞാൻ ജയിക്കുന്നത്. ചിലപ്പോൾ ഈ കളി 5-1 ആകാം, ഈ കളി 5-1 ആകാം. എവിടെ നിന്നൊക്കെയാടാ ബൈസൈക്കിൾ കിക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നത്? മെസ്സിയൊക്കെ ചത്ത്. ഇല്ലടാ കേറിക്കഴിഞ്ഞാൽ പൊളി ഗോളായാനായിരുന്നു. പക്ഷെ ട്രൈ നല്ലൊരു ട്രൈ ആയിരുന്നു. ടോറസ് തന്നെ രണ്ടാമത്തെ മാൻ ഓഫ് ദി മാച്ച്. 7.5. ഓക്കെ ഗീസ്, അപ്പോൾ ഈ കളി ഞാൻ ഇതോടെ ഇവിടെ നിർത്തുന്നു. 4-0 ഡാർക്ക്. 95 പോയിൻറ്റ്സ് ഉണ്ട് ഗീസ്. ഇപ്പം അത്രയേ ഉള്ളൂ. ഈ കളി ഇവിടം വെച്ച് ഞാൻ നിർത്തുന്നു. സീനായിട്ടുണ്ട് ഗീസ്, സീനായിട്ടുണ്ട്. ടോറസിന് എത്ര? അപ്പോഴത്തേന് 6. പക്ഷെ കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. അവനെ കയറി വന്നിട്ടുണ്ട് ഗീസ്.
ലെവൻഡോസ്കി പ്രാക്ടീസ് ടൂട്ടാട് അത്രയും ഗോൾസ് ആയിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഈ സീസൺ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എത്രാമത്തെ സ്ഥാനം വരുമെന്ന് അറിയില്ല, സെക്കൻഡ് വരുമോ ഇല്ലെങ്കിൽ ഫസ്റ്റ് ലാ ലീഗ അടിച്ചിട്ട് നമ്മൾ കപ്പടിച്ച് ബാർസലോണയ്ക്കെതിരെ മുന്നേറി നിൽക്കുമോ എനിക്കറിയത്തില്ല. അതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ